ബാരാസിംഗ എന്ന് പറഞ്ഞ മാനാണ് ഇവിടുത്തെ പ്രത്യേകത. കാത്തിരുന്ന ആ നിമിഷം. കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ നോക്ക്. മാനുകൾ എല്ലാം അലർട്ടായിട്ടാണ് ഉള്ളത്. കടുവ കാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാ സൈഡിൽ നിന്നും അലാം കോളായിരുന്നു. എന്താ ഗാംഭീര്യം അല്ലേ? കാട്ടുപോത്തിൻ്റെ സൈസ് നോക്ക്. ഇവിടെ ഇങ്ങനെയാണ്. ഗോൾഡൻ ജാക്കലിന് ഒരു പേടിയില്ല. ഇണയെ ആകർഷിക്കാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന പരിപാടി നോക്ക്. ഒരു ഗോസലും ഇല്ലാണ്ട് വണ്ടിയുടെ അടുത്തൂടെ പോകുന്നത് നോക്ക്. കടുവയെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന വണ്ടികൾ നോക്ക്. മാനുകളെല്ലാം അലർട്ടായിട്ടാണ് ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മധ്യപ്രദേശിലെ കാനാ നാഷണൽ പാർക്കിലാണുള്ളത്. കാനാ നാഷണൽ പാർക്കിലെ ഈവനിങ് സഫാരിക്ക് വന്നിട്ടാണുള്ളത്. പ്രധാനമായിട്ടും 3 സോണുകളാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. കാൻഹ, അതുപോലെ കിസ്ലി, പിന്നെ മുക്കിയെ. അപ്പോൾ മുക്കി സോണിലാണ് ടൈഗർ സൈറ്റിങ്ങിന് കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ 3 സഫാരി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ മുക്കി സോണിലാണ് കേട്ടോ. ആദ്യം തന്നെ കാൻഹ നാഷണൽ പാർക്കിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ നമുക്കറിയാം. മധ്യപ്രദേശിലെ സത്പുര നിരകളിൽ സ്ഥിതി ചെയ്യുന്ന കാൻഹ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും വലുതുമായ ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ്. മധ്യപ്രദേശിലെ മണ്ഡല, ബാലഘട്ട് ജില്ലകളിലെ വ്യാപിച്ചു കിടക്കുന്ന ഈ വന്യജീവി സങ്കേതം 1955 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 1973 ഇത് കാൻഹ ടൈഗർ റിസർവായി മാറി. ഏകദേശം 940 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന പാർക്കുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. കാൻഹ നാഷണൽ പാർക്കിലെ വനപ്രദേശം പ്രധാനമായി സാൽ മരങ്ങളാൽ നിറഞ്ഞതാണ്. ഇത് കൂടാതെ വൻതോതിൽ മുളങ്കാടുകളും ഇവിടെ ഉണ്ട് കേട്ടോ. വേനൽക്കാലത്ത് മുളങ്കാടുകൾ ഉണങ്ങുമ്പോൾ കാടിനൊരു പ്രത്യേക സുവർണ്ണ നിറം ലഭിക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കാൻഹ നാഷണൽ പാർക്കിനെ മറ്റു കാടുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് അവിടുത്തെ വിശാലമായ പുൽമേടുകളാണ്. കാൻഹയിലെ കാട് പ്രധാനമായും 3 തരങ്ങളായിട്ടാണ് കാണുക. നിബിഡ വനങ്ങൾ, കുന്നിൻ പ്രദേശങ്ങൾ, താഴ്വരകൾ എന്നിങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബാരാസിംഗ എന്ന് പറയുന്ന ചതുപ്പ് മാനുകളാണ്. ഒരു കാലത്ത് വംശനാശ ഭീഷണി നേരിട്ടിരുന്ന ഈ ബാരാസിംഗ എന്ന് പറയുന്ന ചതുപ്പ് മാനുകൾ വംശനാശത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൻഹയുടെ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് കേട്ടോ. അതിനാൽ തന്നെ ബാരാസിംഗ ഈ പാർക്കിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടാണ് അറിയപ്പെടുന്നത്. ഹിന്ദിയിൽ ബാര എന്നാൽ 12 ആണല്ലോ, സിംഗ എന്നാൽ കൊമ്പും, അതായത് 12 കൊമ്പുകളുള്ള മാന്. ഇതിൻ്റെ പേരിൻ്റെ അർത്ഥം അങ്ങനെയാണ് കേട്ടോ. എന്നാൽ പ്രായപൂർത്തിയായ ഒരു ആൺമാനിന് 10 മുതൽ 14 വരെയൊക്കെയുള്ള ശാഖകളുള്ള കൊമ്പുകൾ കാണാറുണ്ട്. 1960കളിൽ കാൻഹ നാഷണൽ പാർക്കിൽ ബാരാസിംഗുകളുടെ എണ്ണം ഉണ്ടല്ലോ വെറും 66ആയി ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. വംശനാശത്തിൻ്റെ വക്കിലെത്തിയിരുന്ന ഈ ബാരാസിംഗുകളെ സംരക്ഷിക്കാനായിട്ട് കാൻഹയിലെ അധികൃതർ നടത്തിയ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് എന്ന പദ്ധതി ഉണ്ടല്ലോ വൻ വിജയമാവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവയുടെ എണ്ണം ഏകദേശം 1000-ന് മുകളിലെത്തിയത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ വിജയഗാഥകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബാരാസിംഗുകൾ പൊതുവെ 3 തരത്തിലുണ്ട്. അതിൽ കാൻഹയിൽ കാണപ്പെടുന്നത് ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗ എന്നറിയപ്പെടുന്ന പ്രത്യേക വിഭാഗമാണ്. ഇണ ചേരുന്ന സമയത്താണ് സാധാരണ ഇങ്ങനെ മഡ് ബാത്തിങ് ചെയ്യുന്നത്. കൊമ്പിലും ദേഹത്തൊക്കെ മണ്ണ്, ചെളി ഇങ്ങനെ പുരട്ടിയിട്ട് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. സാമ്പാഡിയറും പൊതുവെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇവരുടെ ഫെയർ ആൻഡ് ലവ്ലിയും ക്രീമുകളും ഒക്കെ എന്ന് പറയാം. ഇണകളെ ആകർഷിക്കാനാവുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണാണ്ടിരിക്കുകയല്ലോ. അതുപോലെ തന്നെ മെയിലായിട്ടുള്ള ഈ ബാരാസിംഗുകളുണ്ടല്ലോ, ഇണ ചേരുന്ന ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. അതൊന്ന് കേട്ട് നോക്കിക്കേ നിങ്ങൾ. അങ്ങ് ദൂരെ വേറൊരാളും ഇതേ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. വേനൽക്കാലത്ത് ബാരാസിംഗയുടെ നിറം മഞ്ഞ കലർന്ന തവിട്ട് നിറമായിരിക്കും. എന്നാൽ ശൈത്യകാലത്ത് നിറം കൂടുതൽ ഇരുണ്ടതായിട്ടായിരിക്കും കാണപ്പെടുക. കാൻഹ നാഷണൽ പാർക്കിലെ സഫാരിക്ക് കോമൺ ആയിട്ട് സൈറ്റിംഗ് തരുന്ന ആളാണ് ഈ ഗോൾഡൻ ജാക്കൽസ്. ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ ബൈക്കിന് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വണ്ടികൾ ഒരുപാട് ഉള്ളതിനാലൊക്കെ വളരെ ബോൾഡാണ് ഇവർ കേട്ടോ. കടുവകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ പലപ്പോഴും ഇവയുടെ പ്രത്യേകതരം മുന്നറിയിപ്പ് ശബ്ദങ്ങൾ വനപാലകരെ സഹായിക്കാറുണ്ട്. വനപാലകരെ മാത്രമല്ല, നമ്മുടെ സഫാരികളെ ഗൈഡിനെയും അതുപോലെ ഡ്രൈവറെയും നമ്മളെയും സഹായിക്കാറുണ്ടെന്ന് തന്നെ പറയാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ രോമങ്ങൾ സ്വർണ്ണ നിറം കലർന്ന മഞ്ഞയോ തവിട്ടോ ആയിരിക്കും. കാലാവസ്ഥ അനുസരിച്ച് ഈ നിറത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. കാൻഹ നാഷണൽ പാർക്കിലെ ഈ കാടിനുള്ളിൽ ഏകദേശം 600ഓളം വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുണ്ട്. ഔഷധ സസ്യങ്ങളും ഒരുപാട് ഈ കാടുകളിലുണ്ട്. കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സൂര്യൻ്റെ കിരണങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമാണെന്ന് നോക്ക്. അടുത്തായിട്ട് സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ വൈൽഡ് ഗോർണിയാണ്. മെയിലാണിത്. എൻ്റെ സൈസ് നോക്ക്, ഒരു അപാര സൈസ് തന്നെയല്ലേ.
കടുവയുടെ ഇഷ്ടഭക്ഷണമാണ് ഇവരെങ്കിലും ഇവരെ കീഴ്പ്പെടുത്താൻ കടുവയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവരുടെ തൂക്കം എന്ന് പറയുന്നത് ഏകദേശം 800 തൊട്ട് 1200, 1300 കിലോ വരെ വരാറുണ്ട്. പശുവർഗത്തിലെ ഏറ്റവും വലിയ ഇനമാണിത്. മെയിലിന് ഇതുപോലെ കറുത്ത നിറവോ എന്നാൽ ഫീമെയിലിന് ചെറിയൊരു ബ്രൗൺ കൂടിയൊരു കളറും ആയിരിക്കുമേ. സെർപ്പൻറ്റീകളാണ്, കുറച്ച് ദൂരത്തിലായിരുന്നേ. ബ്രൗൺ ഫിഷ് ഹോൾ ഏകദേശം പരുന്തിൻ്റെയൊക്കെ വലിപ്പമുണ്ട് ഈ ബ്രൗൺ ഫിഷ് ഹോളിന്. തലയിൽ ഈ ചെവി പോലെ കൂർത്തിരിക്കുന്ന തൂവലുകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കൂട്ടം ഉണ്ടായിരുന്ന സ്പോട്ടഡ് ഡിയർ എല്ലാം തന്നെ അലർട്ടായിട്ടാണ് ഉള്ളത്. അലാം കോളൊന്നും ഇല്ലെങ്കിലും എല്ലാവരും അലർട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായത്. ഈ പുല്ലുകൾക്കിടയിൽ ഗോൾഡൻ ജാക്കലുണ്ട്. ഗോൾഡൻ ജാക്കലിൻ്റെ പ്രധാന വേട്ട എന്ന് പറയുന്നത് മാനുകളിലെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ കൂട്ടത്തിനിടയ്ക്ക് അവരെ പിടിച്ച് തിന്നുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. പാർക്കിൻ്റെ നടുവിലായിട്ട് ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായിട്ട് പറ്റും. കാനാൻ നാഷണൽ പാർക്കിൽ വന്നത് പ്രധാനമായിട്ടും ടൈഗറിനെ ആണല്ലോ. ടൈഗറിനെ തപ്പി തന്നെയായിരുന്നു നമ്മുടെ യാത്ര. അങ്ങനെ ലാസ്റ്റ് ഇതാ അലാം കോൾ കേൾക്കാനായിട്ട് ഇടയായി. കടുവയുടെയോ പുലിയുടെയോ 100% മൂവ്മെൻറ്റ് ഈ കാടിനുള്ളിലൂടെ നടക്കുന്നുള്ളതിന് ഉദാഹരണമാണ് ഈ അലാം കോൾ. ബാരാസിംഗയും സ്പോട്ടഡ് ഡിയറും പീക്കോക്കും അതുപോലെ ലെങ്കൂറും എല്ലാവരും ഒരുമിച്ചായിരുന്നു അലാം കോൾ. ഷുവറായിട്ട് മൂവ്മെൻറ്റ് നടന്നെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മറ്റൊരു സൈഡിലോട്ട് വണ്ടികളെല്ലാം പോവുകയാണ്. മറ്റൊരു സൈഡ് എത്തിയപ്പം തന്നെ അവിടെയും മാനുകൾ എല്ലാം അലർട്ടാണ്. അങ്ങനെ ഇതാ റോഡിലൂടെ നമുക്ക് പഗ്മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ടൈഗർ മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പം 100% ഉറപ്പായി. എല്ലാ ജീപ്പുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട ഓട്ടമാണ്. ഒരു ജീപ്പുകാർക്ക് കാണാനായിട്ടും പറ്റി കേട്ടോ, റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ടൈഗറിൻ്റെ അടിപൊളി ഒരു വിഷ്വൽസ് അവർ കിട്ടുകയും ചെയ്തു. റോഡ് ക്രോസ് ചെയ്ത് വേറൊരു സൈഡിൽ വരാനുണ്ടെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നപ്പോൾ ഇതാ കാട്ടിൽ നിന്ന് ഒരാൾ വരുന്നു. കാത്തിരുന്ന ആ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. കാട്ടിലൂടെ സഫാരി ചെയ്യുമ്പോൾ ടൈഗറെ കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും സഫാരിക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. വണ്ടികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി കിടക്കുന്ന ആ ഒരു സൈഡിലോട്ട് തന്നെയാണ് ഇപ്പോൾ കടുവയുടെ ഡയറക്ഷൻ. ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ കൂടെ പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. മാനുകളൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. ആ പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഇതുപോലെ കടുവ വരുമ്പോൾ കടുവയുടെ ബോഡിയിൽ സൂര്യപ്രകാശം കൂടി അടിക്കുമ്പോഴുള്ള അതിൻ്റെ ആ അഴക് നോക്ക്, അത് വേറൊരു ലെവൽ തന്നെയാണ്. എന്താ ഭംഗിയല്ലേ. ഇതൊരു ഫീമെയിൽ ടൈഗർസ് ആണ് കേട്ടോ. സ്വന്തം അമ്മയെ ടെറിട്ടറിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഓടിച്ചിട്ട് ആ ഏരിയ കീഴടക്കിയ ഒരു പെൺകടുവയാണിത്. ഏകദേശം 3 വയസ്സ് മിച്ചം ഉള്ളതെന്നാണ് പറഞ്ഞത്. പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ കടുവ. ഒരു കുടുംബമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമൊന്നും ഇല്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കാട്ടിലെ രാജാവാകാണ്ടിരുന്നതെന്ന് പറയാം. എന്താ ഗാംഭീരം നോക്ക്. ആൾക്കൊരു കൂസലുമില്ല. നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് എത്തിയിട്ട് പോലും എന്താ സൈസല്ലേ. ഒരു ഭീകര കടുവ എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടിയുടെ തൊട്ടടുത്തുകൂടിയാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ആ സൈഡിൽ കൂടെ നടന്നിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് പോവുക. ഇത്രയും വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആൾ പേടിച്ച് ഒന്ന് ഓടിയിട്ടാണ് കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. അതിൻ്റെ മറുവശത്ത് മാനുകളുടെ കൂട്ടമുണ്ട്. എല്ലാ അലാം കോള് അപ്പുറം സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കിടിലൻ സൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വണ്ടിക്കാർക്ക് കിട്ടിയെങ്കിലും കുറച്ച് വണ്ടികൾക്ക് അത് മിസ്സായിട്ടുണ്ട്. ബാരാസിംഗയുടെ ഒരു കുഞ്ഞിനെ നോക്കിക്കേ. ഇതുപോലെയുള്ള ബാരാസിംഗിലെ കുഞ്ഞുങ്ങളും മാനുകളിലെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കാനാണ് ഈ ഗോൾഡൻ ജാക്കൽ ഇങ്ങനെ മണം പിടിച്ച് നടക്കുന്നത്. ഈ കാനാൻ നാഷണൽ പാർക്കിലെ സഫാരി ബുക്ക് ചെയ്യാനായിട്ട് forest.mb online.government.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ മോർണിംഗ് സഫാരി വരുന്നതെന്ന് പറഞ്ഞാൽ 5 മണിക്കൂറാണ്. ഈവനിങ് ആണെങ്കിൽ 3 അല്ലെങ്കിൽ 4 മണിക്കൂറാണ് സഫാരി വരുന്നത്. ഇവിടെ വരുന്നവർ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. ഷെയറിംഗ് ആയിട്ടും ഫുൾ ജിപ്സി ആയിട്ടും നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓൺലൈനിൽ. ഒരു ജിപ്സിക്ക് 3500 രൂപയും ഗൈഡിന് 800 മുതൽ 1000 രൂപയാകും. പിന്നെ ഒരാൾക്ക് പെർമിറ്റിന് 450 രൂപ വെച്ചും ആകും കേട്ടോ. ബാർക്കിംഗ് ഡിയർ അല്ലെങ്കിൽ കേഴമാൻ പൊതുവേ നമ്മളെ കാണുമ്പോൾ ഓടുന്ന ആളാണ് ഇവർ.
കൻഹായിലെ സഫാരിക്ക് ശേഷം റൂം ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഹോം സ്റ്റേ ആയിരുന്നു ബുക്ക് ചെയ്തത്. നല്ല ഒരു അടിപൊളി ഒരു ഹോം സ്റ്റേ എന്ന് പറയാം. 4 സൈഡും കാടായിരുന്നു. കാനാൻ നാഷണൽ പാർക്കിലെ സഫാരിക്ക് ശേഷം ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തത് നിൽക്കാനായിട്ട്. നമ്മുടെ പണ്ടത്തെ വീടുകളില്ലേ, ഓടിട്ട വീടുകൾ, മെഴുകിയ വീടുകൾ, അങ്ങനത്തെ ഒരു വീടാണ് ഹോം സ്റ്റേയിലായിട്ട് തിരഞ്ഞെടുത്തത്. നല്ല രസമുണ്ട് ആംബിയൻസേ. പിന്നെ ചുറ്റും എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഈ ഒരു ലൊക്കേഷനാണ്. എന്താ ആംബിയൻസ് നോക്ക്, അടിപൊളിയല്ലേ. പിന്നെ 4 സൈഡും വരുന്ന പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് വരുന്നത്. റൂമിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ കേട്ടോ ഒരു പ്രത്യേകതരം ആണ്. ചാണകം കൊണ്ടാണ്, ചാണകത്തിൽ എന്തോ ഒരു എന്താ പറയുക, എന്തോ കലക്കിയതാണ് ഇത് പെയിൻ്റായിട്ട് തോന്നുന്നത്. ഇവിടെ വന്ന ഇങ്ങനെയൊരു ഏരിയ ആണ്. ശേഷം റൂമൊക്കെ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഉള്ളത്. ബാത്റൂമൊക്കെയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പുതിയ ബിൽഡിംഗ് ആണ്. ലക്ഷറി സ്റ്റേ ഒന്നും അല്ലെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു കിടിലൻ ഒരു സ്പോട്ടായിരുന്നു കേട്ടോ. കൃഷിയിടങ്ങളും ഇതുപോലെ ചുറ്റിനും കാടും പഴയ ഒരു വീടിൻ്റെ ഒരു സ്റ്റൈലും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നേ. രാത്രിയിലായി കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കുക, ആ ഒരു സൺലൈറ്റിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വീട് കാണാൻ എന്ത് രസമെന്ന് നോക്ക്. ഭക്ഷണം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഫുഡാണ് കേട്ടോ. ചുട്ട പപ്പടവും ചുട്ട ചപ്പാത്തിയും. ഞാൻ സഫാരി പോയത് ജനുവരി മാസത്തിലായിരുന്നേ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ സഫാരി കൻഹാൻ നാഷണൽ പാർക്കിൽ ബുക്ക് ചെയ്യുമ്പോൾ 3 സോണുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുക്കി സോണിലാണ് ടൈഗർ സൈറ്റിങ് കുറച്ചുകൂടെ കൂടുതലുള്ളതെന്നാണ് പറയുന്നത്. ഞാൻ സഫാരി ചെയ്തപ്പോൾ ഏതായാലും എനിക്ക് ടൈഗർ സൈറ്റിങ് കിട്ടി. നിങ്ങൾ വരികയാണെങ്കിൽ മുക്കി സോണും അതുപോലെ കൻഹൈൻ കിസ്ലി എല്ലാ സോണും ട്രൈ ചെയ്യാനേ ഞാൻ പറയുള്ളൂ കേട്ടോ. കൻഹാൻ നാഷണൽ പാർക്ക് നല്ല ഭംഗിയുള്ളൊരു കാടാണ്. കാടിനെ സ്നേഹിക്കുന്നവരും വൈൽഡ് ലൈഫിനെ സ്നേഹിക്കുന്നവരും തീർച്ചയായിട്ടും ലൈഫിൽ ഒരു തവണ പോകേണ്ട ഒരു കാടായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കൻഹാൻ നാഷണൽ പാർക്കിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് പെഞ്ച് ടൈഗർ റിസർവിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ പെഞ്ച് ടൈഗർ റിസർവിലെ കാഴ്ചകളുമായിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ ബൈ. താങ്ക് യു.